കർത്താവ് തൻ്റെ ആശ്വാസം കൊണ്ട് സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ നിന്നപ്പോൾ ഓർത്തത്, വളരെ ശാന്തമായ സ്വഭാവമുള്ള ഒരു ടീച്ചറാണ് സാറാം ടീച്ചർ. തൻ്റെ മരണവും അതുപോലെ തന്നെ ശാന്തമായി താൻ കടന്നുപോയി. പ്രിയ ബഹുമാനപ്പെട്ട ഗോഡ്ലിച്ചായൻ ഓർപ്പിച്ചതുപോലെ കർത്താവിനെ അറിയുവാൻ ഈ ടീച്ചർക്ക് ഭാഗ്യമുണ്ടായി. ഇന്ന് നടക്കുന്ന ഒരു ശുശ്രൂഷയും ഈ ടീച്ചറുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയോ ഈ ആത്മാവിനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ എത്തിക്കാനായിട്ടുള്ളതല്ല. അത് പ്രിയ ഗോഡ്ലിച്ചേട്ടൻ ഓർപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ജനത്തോട് ദൈവത്തിന് ചില സന്ദേശം പറയാനായിട്ടുണ്ട്. വിശ്വാസികളെ, മുറിവുള്ള ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുമ്പോൾ തന്നെ വിശ്വാസികളുടെ പ്രത്യാശയെ പുതുക്കുന്ന ദൈവത്തിന്റെ വചനം അത് നമ്മെ ആശ്വസിപ്പിക്കുന്നു, നമുക്കുള്ളിൽ ബലം നൽകുന്നു എന്ന് മാത്രമല്ല, അത് നമ്മുടെ പ്രത്യാശയെ പുതുക്കുന്നു. ഇവിടെ നേരത്തെ സംസാരിച്ച എല്ലാവരും തന്നെ ഒറ്റ വാക്കുകളിലൊക്കെ അത് പറയുകയുണ്ടായി. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു, യേശു ക്രിസ്തു ജീവിക്കുന്നു. ക്രിസ്തുവിൽ ജനിച്ചു, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു, ക്രിസ്തുവിൽ മരിക്കുവാൻ സാറാം ടീച്ചർക്ക് ഭാഗ്യമുണ്ടായി. രണ്ട് ഭാഗ്യമാണ് സാറാം ടീച്ചർക്ക് പ്രധാനമായും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, ദൈവമകളായി തീരാനായിട്ടുള്ള ഭാഗ്യം, യേശു ക്രിസ്തുവിനെ അറിയുവാൻ, ദൈവത്തിൽ വിശ്വസിപ്പാൻ, ദൈവവചനത്തിൽ വിശ്വസിപ്പാൻ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിന്റെ ഉൾത്തരത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി വിശ്വസിച്ച് ദൈവമക്കളായി ദൈവമകളായി തീരുവാൻ ആ സാറാം ടീച്ചർക്ക് ലഭിച്ച വലിയ ഭാഗ്യം. അത് തുടർന്ന് ലഭിച്ച ഭാഗ്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ ജനിച്ചു, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു, ക്രിസ്തുവിൽ മരിച്ചു, പോരാ, ഇന്ന് എവിടെയായിരിക്കുന്നത്? ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക. പൗലോസ് ആ കാര്യം പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ്. എന്നാൽ ഇന്ന് 49-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു ചെറിയ ആലോചനയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ ഓർപ്പിച്ചതുപോലെ 2 കൂട്ടം ആളുകൾ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. ഏത് മരണഭവനത്തിലും 2 കൂട്ടം ആളുകൾ വരും. ഒന്ന് വിശ്വാസികളാ, യേശുവിനെ അറിഞ്ഞവർ, ദൈവത്തിന്റെ മക്കൾ.